Good morning. Welcome to Social Studies class. Today I am going to teach you the chapter 8 of 3rd standard. There is a new lesson, New Delhi. You know that New Delhi? It's a capital of India. It's our national capital. What about other things you know about this New Delhi? You take a test, we know it about from the text. New Delhi. Can you see this one? It is the location of our central government. One homework, no? It is also the capital of Mughals and British. British are Mughals in the capital. Name this place. Can you know it? You know that New Delhi. It is the capital of India. And it shares the border. Can you locate the place New Delhi in your map? Take your map. This one New Delhi, that's Haryana. All sides except the eastern side Uttar Pradesh. New Delhi eastern side matram Uttar Pradesh. Baki ella side edana Haryana. Kandallo the place New Delhi. Okay. Then it is a national capital. New Delhi comprises Old Delhi and New Delhi. Old Delhi and New Delhi. It is the capital of India since 1947. അപ്പോൾ 1947 മറ്റുള്ള മുഗൾ കാലത്തും അത് ക്യാപിറ്റലായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായത് 1947. ആൻഡ് ഡൽഹി ഹാസ് എ ചീഫ് മിനിസ്റ്റർ ഓൾസോ ലൈക്ക് അവർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ ചീഫ് മിനിസ്റ്റർ ഉള്ള പോലെ ഡൽഹി ഹാസ് ഓൾസോ എ ചീഫ് മിനിസ്റ്റർ. And central government offices are located in Delhi. The president, prime minister and members of parliament live here. അതായത് പ്രസിഡന്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും അല്ല മന്ത്രിമാരും എല്ലാം എം പിമാർ എല്ലാം എവിടെയാണ് താമസിക്കുന്നത്? ഈ ന്യൂഡൽഹിയിലാണ്. Then many countries have their own embassies in New Delhi. എംബസി എന്നതാണ്? the offices of foreign countries. വിദേശ രാജ്യങ്ങളുടെ ഒരു ഓഫീസ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് ഓഫീഷ്യൽസ് റെപ്രസെൻറ്റ് ദെയർ ഗവൺമെൻറ്. അതായത് വിദേശ രാജ്യത്തെ ഓരോ ഗവൺമെൻറ്റിനെയും പ്രതിനിധീകരിച്ചുള്ളവരുടെ ഒരു ഓഫീസുകളാണ് ഏത് എംബസി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും എവിടെ തന്നെയാണ്? ഡൽഹിയിലാണ്. ദെൻ ദ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ NCR എന്നാണ് പറയുന്നത്. നാഷണൽ capital region. Which are the states included in the national capital region? Haryana, Uttar Pradesh, Rajasthan, and along with the entire national territory of Delhi also included in this national capital region. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പിന്നെ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയ ഡൽഹിയും കൂടെ ഉൾപ്പെട്ടതാണ് ഏത്? നാഷണൽ ക്യാപിറ്റൽ റീജിയൻസ്. There are also some important cities are located in national capital region. Which are the cities? Faridabad, Gorgon, Ghaziabad, Noida. ഇത്രയും cities ആണ് ഇതിനകത്ത് വരുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. വാട്ട് അബൌട്ട് ദ ഹിസ്റ്ററി? അതായത് ചരിത്രം എന്തൊക്കെയാണ്? ചരിത്രത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാം? ഡൽഹി ഹാസ് ബീൻ ഇമ്പോർട്ടൻറ്റ് സിറ്റി ഫോർ എ ലോങ് ടൈം. മെനി റൂളേഴ്സ് സച്ച് ആസ് Turks, Afghans, Mughals and British ruled, built a grand monuments. അതായത് ഇവരുടെ എല്ലാം മുഗൾ ഭരണകാലത്തും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും ഒരുപാട് സ്മാരകങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് മുഗൾസ് റൂൾഡ് ഡൽഹി ഫോർ അബൌട്ട് 300 years. Then after this British came there and British shifted their capital to Calcutta first. Then again they returned to Delhi. ആദ്യം കൽക്കട്ട ക്യാപിറ്റൽ ആയിരുന്നു അവരുടെ ബ്രിട്ടീഷുകാരുടെ. അത് കഴിഞ്ഞ് ഡൽഹി വീണ്ടും അവരുടെ ക്യാപിറ്റലാക്കി. ആൻഡ് ദിസ് വാട്ട് അബൌട്ട് ക്ലൈമറ്റ്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെയാണ് ഡൽഹിയിലെ? വെരി ഹോട്ട് ആൻഡ് ഡ്രൈ ഇൻ സമ്മർ. ദാറ്റ്സ് ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് ജൂൺ ഇറ്റ് റിസീവ് ഹോട്ട് വിൻഡ്. അത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് വരെയാണ് വലിയ ചൂട് കാറ്റ്. എവിടെ നിന്നാണ്? താർ ഡെസേർട്ടിൽ നിന്നും നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റിനെ വിളിക്കുന്ന പേരാണ് ലു. ആ വിൻഡിന് പറയുന്നതാണ് ഹോട്ട് വിൻഡ്. ദാറ്റ് ഈസ് ലു ഫ്ലോ ഫ്രം രാജസ്ഥാൻ. രാജസ്ഥാൻ ദാറ്റ്സ് താർ ഡെസേർട്ട്. ദെൻ മൺസൂൺ സീസൺ ഫോൾസ് ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ. ദെൻ
There is in November and February there is a thick fog on some days. വലിയ മൂടൽമഞ്ഞുണ്ട് ഇവിടെ ഏത് മാസങ്ങളിലാണ് നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ. ദെൻ വാട്ട് അബൌട്ട് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് പീപ്പിൾ കെയിം ദർ ടു സ്റ്റഡി ഓർ വർക്ക്. എല്ലാ ജോലിക്ക് വേണ്ടിയും പഠിക്കാനും എല്ലാം പല സ്റ്റേറ്റിൽ നിന്നും അവിടെ ആൾക്കാർ വരും. സോ ദർ ആർ സോ മെനി ലാംഗ്വേജസ് സ്പോക്കൺ അല്ലേ, പല ലാംഗ്വേജസ് ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെ ലാംഗ്വേജാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, പഞ്ചാബി. അതുമാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഒരുപാട് ലാംഗ്വേജ് അവിടെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് വിച്ച് ആർ ദ പ്ലേസസ് വി ഹാവ് ടു വിസിറ്റ് ഇൻ ന്യൂഡൽഹി? വിച്ച് ആർ ദ പ്ലേസസ്? ഫസ്റ്റ് രാഷ്ട്രപതി ഭവൻ. Can you see this picture of Rashtrapati Bhavan? That is the residence of our president. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥലമാണ് ഇത് രാഷ്ട്രപതി ഭവൻ. ഇറ്റ്സ് വെരി ലാർജ് ആൻഡ് ഇറ്റ്സ് ആസ് എ ഫേമസ് മുഗൾ ഗാർഡൻസ് അല്ലേ, വെറൈറ്റി ഓഫ് റോസസ്, ഓൾ ദീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വി ക്യാൻ സീ ദിസ് places. Okay, can you see this? Okay, Rashtrapati Bhavan. First place we have to visit there was Rashtrapati Bhavan. Then next one, Parliament House. That's a Parliament House. That is this one. And this is very close to this Rashtrapati Bhavan. It is a seat of a central government. That important decisions of the country are made here. അതായത് രാജ്യത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന എവിടെയാണ്? ഈ പാർലമെൻറ്റ് ഹൗസ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് were taken here. Then next, the Rajghat. You know that it's a memorial of our father of our nation, Mahatma Gandhi. മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയലാണ് ഏത്? രാജ്ഘട്ട്, സമാധി സ്ഥലം എന്ന് പറയും അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് ബ്ലാക്ക് മാർബിൾ. ക്യാൻ യു സീ ദിസ് പിക്ചർ? രാജ്ഘട്ട്. It's a memorial of our Mahatma Gandhi, that is our father of our nation. Then next place to visit is India Gate. India Gate, it is a large monument. It's a memory. It is built in the memory of thousands of Indian soldiers who died in the World War First. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ധീരയോദ്ധാക്കന്മാരുടെ അല്ലെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. There we can see below that arch you can see Amar Jawan Jyoti is light in the honor of this soldiers. No, can you see this? This one, India Gate. It's built in the memory of thousands of our Indian soldiers. Okay. Then the next important monument, that is Red Fort, important building. That is the other name, Lal Quilla. It is built at the time of Mughal Emperor Shah Jahan. Can you see this one? Mughal Emperor Shah Jahan who built this buildings. That is made of red sandstone. And every year the August 15, our Prime Minister address our country from here, or hoist the national flag, or address the nation from here. അതായത് നമ്മുടെ ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്ന ഇവിടെ നിന്നാണ്, ഈ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ടാണ്. The next building, that is Jama Masjid. It is also built by this Mughal Emperor Shah Jahan. It is the largest mosque in India. Which is the largest mosque in India? That is Jama Masjid. It is a big, so about 25,000 people can pray here. Then Akshardham. Akshardham, it's a temple complex in the world. It is one of the largest temple complex in the world. That is Akshardham temple. It is also made of pink sandstone. It is a beautiful carving. What a beautiful thing that alle. Trayos manoharamana Akshardham temple, no? Then Bahai's house of worship or lotus temple. Can you see this one? Lotus temple. It is also made of white marble. Lotus temple. Arranged in the shape of a lotus. And open to followers of all religions. Lotus temple, it is open to all the followers of these religions. Then these are the important places to visit Delhi. Which are the important places you can visit in Delhi? Rashtrapati Bhavan, Parliament House,
Rajghat, India Gate, Red Fort, Jama Masjid, Akshardham and Lotus Temple or Bahai's house of worship. That is the important places you can visit in New Delhi. Then next, what about the transport system of Delhi? The local modernized railway system, that is there runs underground and above the ground. The modernized railway system, that is runs through underground and above the ground. And has a network of railway lines and stations here. Then Delhi Metro, it helps the people to move around the city quickly and comfortably. Delhi Metro സഹായിക്കുന്നു. Then other things, that is there are also many buses, auto rickshaw, taxi, all these are available for public people. Public here means common people. Then old Delhi is full of interesting and historic places to we can visit. And New Delhi was built the British, and tree-lined avenues and modern buildings, these are built by British time. Both New Delhi and old Delhi make Delhi very interesting and a beautiful city. It is a very attractive city. So many important historic places are located there. So it's a very interesting. You study it well. It is an interesting chapter. You read it well. Okay. Thank you.